തമിഴ്നാട് മുഖ്യമന്ത്രി വിജയയുടെ സത്യപ്രതിജ്ഞ വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളുടെയും അഭാവം ശ്രദ്ധിക്കപ്പെട്ടു. വിജയുടെ അമ്മ ശോഭയും പിതാവ് ചന്ദ്രശേഖറും ആ സത്യപ്രതിജ്ഞ നടന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. അവരെ രണ്ടുപേരും വളരെ സന്തോഷപരമായിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. വിജയുടെ ഓരോ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ ചലനത്തിലൊക്കെ അമ്മയും അപ്പനും വളരെ സന്തോഷത്തോടെ മുൻനിരയിൽ ഇരിക്കുന്നത് നമ്മൾ കാണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കാണപ്പെട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും അടുത്ത സുഹൃത്ത് തൃഷ എന്ന നടി അവിടെ വരുന്നതും അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ ശോഭ അവരെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ് തൃഷ സിനിമാ വേദിയിൽ. അത് മറ്റു രീതിയിലൊക്കെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി ഇപ്പം വലിയ രീതിയിലുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളുമായിട്ട് അദ്ദേഹമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയമുണ്ട്. ശ്രീലങ്കൻ വംശജയായ ലണ്ടനിൽ ജനിച്ച അവിടെ വളർന്നു വന്ന ഒരു സ്ത്രീയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. അവരുടെ സംഗീത സ്വർണ്ണലിംഗം 1999 അവരുടെ വിവാഹം. 2 കുട്ടികളുണ്ടായി. മൂത്ത മകന് 26 വയസ്സുണ്ട്, ഇളയ മകൾക്ക് 21 വയസ്സും. മൂത്ത മകൻ ജെയ്സൺ സഞ്ജയ്, അയാൾ കാനഡ ടൊറൻറ്റോ ഫിലിം അക്കാഡമിയിൽ അവിടെ നിന്ന് ചലച്ചിത്ര നിർമ്മാണത്തിൽ അദ്ദേഹം ബിരുദം നേടിയിട്ടുണ്ട്. ജെയ്സൺ വേട്ടൈക്കാരൻ എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ട് പിതാവിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചാൽ താങ്കമാട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു പാട്ട് ആണ് ബാലതാരമായിട്ട് അഭിനയിച്ചത്. അദ്ദേഹം ആദ്യ ചിത്രം സംവിധാനം ചെയ്യാനുള്ള തിരക്കിലാണ്. മൂത്ത മകൻ ജെയ്സൺ സഞ്ജയിനെ അവിടെ നമ്മൾ കണ്ടില്ല. മകള് ദിവ സാക്ഷ എന്ന് പറയുന്ന പെൺകുട്ടിയെ അവിടെ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരായി ഫാമിലി കോടതിയിൽ എന്ന് പറയുന്നുണ്ട്. എങ്കിലും 1999 വിവാഹിതരായവരാണ്. ചില കുടുംബ പ്രശ്നമൊക്കെ ഉണ്ടാവും. മൂത്ത മകന് ഇപ്പോൾ 26 വയസ്സായി, ഇളയ മകൾക്ക് 21 വയസ്സായി. അദ്ദേഹത്തിന് 51 വയസ്സാണ് വിജയ്ക്ക് പ്രായം എന്ന് കണക്കാക്കപ്പെടുന്നു. എന്തായാലും ഇവരെ 3 പേര് അസാന്നിധ്യം വളരെ ശ്രദ്ധിച്ചു. എങ്കിലും അവരെ ചില നഷ്ടപരിഹാരത്തിന് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധിയിലും പുതിയ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചാർജ് എടുത്തതിലും കുടുംബത്തിനും മക്കൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊക്കെ സന്തോഷമായിരിക്കണം. അതുകൊണ്ട് പഴയ പിണക്കങ്ങളെല്ലാം മാറി ഒന്നിക്കാനുള്ളൊരു ശ്രമം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ 3 പേരും അവിടെ ഓപ്പണായിട്ട് വരാതിരുന്നത്. അത് സംസാരിച്ച് പ്രശ്നം തീർക്കാനുള്ള ശ്രമത്തിലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും തമിഴ്നാട്ടിലും ലോകം മുഴുവൻ വിജയുടെ ഫാൻസുകളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും ഈ സത്യപ്രതിജ്ഞ നടന്ന സമയത്ത് അവിടുത്തെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് അത് വലിയ വാർത്താ പ്രാധാന്യം കൈവരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകന് ഒരു ഫിലിം നിർമ്മാണ കമ്പനി തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകള് ചെറുപ്പത്തിലെ പിതാവിൻ്റെ ഒപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സാഷ് തേരി എന്ന ചിത്രത്തിലാണ് മകൾ അഭിനയിച്ചത്. പിതാവിൻ്റെ ഒപ്പമാണ് അഭിനയിച്ചത്. പിതാവും ഈ മക്കളും എല്ലാം സിനിമാ രംഗത്ത് തന്നെയായിരുന്നു വളർന്നു വന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ആ 2 മക്കളും പിതാവിനൊപ്പം തന്നെ ചേർന്ന് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാര്യയെ വീണ്ടും ഇവർ തമ്മിൽ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ പറ്റിയും തൃശയെ ചേർത്തും വളരെയധികം കഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ളൊരു അടുപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇദ്ദേഹത്തിന് എൻ്റെ ഒപ്പം ആ ഇലക്ഷൻ സമയത്തും ആ പാർട്ടി രൂപീകരണത്തിലെല്ലാം സപ്പോർട്ട് കൊടുത്ത തൃശയാണ്, ഒന്നിച്ച് അഭിനയിച്ചവരാണ്. അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എങ്കിലും ഭാര്യയും മക്കളുമുള്ള പ്രായപൂർത്തിയായ മക്കളുള്ള വിജയ് ഏതായാലും പുതിയൊരു ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.